ഓക്കെ, ഹലോ ഇവൺ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ചെയ്യാണ്. സത്യം പറഞ്ഞ് എന്ത് പറയണം, ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന വളരെ സാധാരണമായ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അതൊരു പരീക്ഷയ്ക്ക് എഴുതാൻ തക്കതായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയ ലിമിറ്റേഷൻ. പക്ഷേ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കുറേ സിമ്പിൾ കാര്യങ്ങളുണ്ട്. അത് ഞാൻ തുടക്കത്തിലേ പറയുകയാണ്. പറ്റുമെങ്കിൽ ഇതിൻ്റെ ബുക്ക് തന്നെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്താനുള്ള സാധനങ്ങൾ കിട്ടും. എന്നാൽ ആ ബേസിക് ഐഡിയ എന്താണെന്ന് മാത്രമേ എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തുള്ളൂ. മോർ ദാൻ ദാറ്റ് വായിക്കാനുള്ള സാധനമാണിത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്ന ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ് മോറൽ, എന്താണ് വാല്യൂ, എന്താണ് എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഓരോന്നും ഓരോ പൊളിറ്റിക്കൽ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മെനക്കേടാ. അത് നിങ്ങൾക്ക് എന്തുമാത്രം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ആ സിലബസ് ഒന്ന് വായിച്ച് വയ്ക്കാൻ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ നിന്നല്ല, എത്തിക്സ് എന്ന് എവിടെ പറഞ്ഞാലും എന്താണ്, ഇറ്റ് ഈസ് ബിയോണ്ട് എക്സ്പ്ലനേഷൻ. കാര്യം നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാനുള്ള സാധാരണ കാര്യങ്ങളാണ്. അപ്പോൾ മോറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മോറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തെറ്റും ശരിയും. ഓക്കെ, അതിനൊക്കെ ഈ സത്യം പറഞ്ഞ ഡെപ്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെ ഒന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമുക്ക് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് എന്നൊരു പേപ്പർ ഉള്ളതെന്നറിയാമോ? നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നൊരു കാര്യം, എങ്ങനെയും ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് വേണ്ട, ശരിയായ രീതിയിൽ കൂടെ പോയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ നിയമത്തിൻ്റെ വഴി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനുഷ്യരാണെന്നും നമുക്ക് ചില മൂല്യങ്ങളുണ്ടെന്നും നമ്മൾ കുറച്ച് തെറ്റും ശരിയൊക്കെ നമുക്കൊരു ഒരിടത്തും എഴുതി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുറേ തെറ്റും ശരികളും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളൊരു ചിന്ത എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് എന്നൊരു പേപ്പർ തന്നെ വെച്ചേക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് തുടക്കത്തിൽ അതിന് എത്തിക്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഒരു എഴുതപ്പെടാത്ത റൂളാണ്. ഓക്കെ, എത്തിക്സ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾ വിച്ച് ആർ നോട്ട് റിട്ടൺ ബട്ട് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഓക്കെ, ബസ്സിൽ യാത്ര ചെയ്തിട്ടിരിക്കുമ്പോൾ വയസ്സായ ഒരാൾ അവിടെ വന്നു. അയാൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് മാറിക്കൊടുക്കുക, അയാളോട് അവിടെ ഇരിക്കാൻ പറയും. ഇത് ആര് പറഞ്ഞിട്ടുള്ളതല്ല, KSRTC നിയമമല്ല, പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലേ. കാര്യം ഇതൊക്കെയാണ് നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശരികളെയാണ് നമ്മൾ അവിടെ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മോറൽ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് അവിടെ മോറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മൊറാലിറ്റി ഉണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ഇത് തെറ്റാണ്, നമുക്ക് ശരിയാണ് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മനസ്സിലാകുമ്പോൾ അത് ചെയ്യരുതെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അല്ലാതെ ഒരു നിയമം വന്നിട്ട് അത് ചെയ്യാതിരിക്കാൻ നമ്മളെ തടയണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല ഗുണങ്ങളുള്ളവരായിരിക്കുക എന്ന് അറിയത്തില്ലേ, ഓണസ്റ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ലോയലായിരിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ആ ഒരു ഗുണങ്ങളെയാണ് ഇവിടെ വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും ക്വാളിറ്റി പറ്റി തന്നെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ജനറലായിട്ട് പറഞ്ഞു പോകുന്നതാണ് നല്ലത്. അവിടെ പറഞ്ഞു പോകുന്നത് എന്താണ്? നമ്മൾ ആസ് എ പേഴ്സൺ എൻറ്ററിങ് ഇൻ ടു ബിസിനസ് ഓർ പ്രൊഫഷണൽ ലൈഫ്, നമുക്ക് ഈ രണ്ടിടത്ത് നമുക്ക് ഈ ഫോളോ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നിയമം വന്ന് എൻഫോഴ്സ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു പ്രൊഫഷൻ്റെ കാര്യം ആലോചിക്കും. ഒരു ഡോക്ടർ, പുള്ളിക്ക് എന്ത് ചെയ്യാം? പല വഴികളിലൂടെ പൈസ ഉണ്ടാക്കാം. ഒരു ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് മരുന്ന് എഴുതി കൊടുത്ത് കമ്മീഷൻ വാങ്ങാം. ഇല്ലെങ്കിൽ ചെറിയ രോഗങ്ങൾ വരുന്നവർ വലിയ ട്രീറ്റ്മെൻറ്റും പറഞ്ഞ് പൈസ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. എവിടെ പറഞ്ഞു തരുന്നത് മറ്റേ ഈ എത്തിക്സിനെതിരെ എന്ന് പറയുമ്പോൾ എത്തിക്സിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ ശാപം കിട്ടും എന്നല്ല പറയുന്നത്. വീണ്ടും ആ ഒരു പ്രോപ്പർ ബിസിനസ്സിൻ്റെ കണ്ണിലൂടെ തന്നെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിലെ കേസിനെ എടുക്കും, ഒരു ഡോക്ടറിനെ എടുക്കും. ഇയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ് അനാവശ്യമായ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാളെ മരുന്ന് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അനാവശ്യമായ മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വലിയൊരു നെഗറ്റീവ് റിസ്ക് ഫാക്ടറുണ്ട്. ഇയാളുടെ ഇത് അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കുകയാണെന്ന് കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കാം? പിന്നീട് ഇയാളെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അയാൾക്ക് ആ റിസ്ക് അവിടെ വന്നത്? അയാൾ എത്തിക്സിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നൊരു ടേമാണ് വർക്ക് എത്തിക്സ്. ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ എവിടെ ജോലി ചെയ്യാൻ പോയാലും എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ ആരും നമ്മൾ വന്ന് എൻഫോഴ്സ് ചെയ്യണമെന്നൊന്നുമില്ല, ആർക്കും എല്ലായിടത്തും അത് ഓർമ്മപ്പെടുത്തണമെന്നില്ല. ബട്ട് അവിടെ കുറച്ച് തെറ്റും ശരികളുണ്ട്. അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണമെന്നാണ് പറയുന്നത്.
പിന്നെ റെസ്പെക്ട് ഫോർ അതേഴ്സ് ആൻഡ് ലിവിങ് പീസ്ഫുള്ളി എന്നൊക്കെ പറയുന്നു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ ഒരു പേപ്പർ വന്നതെന്നും ആ ഒരു ഐഡിയയും ഇതിൻ്റെ അകത്ത് മനസ്സിലായി വിശ്വസിക്കുന്നു. ഫ്രം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്തും വരാം, നമുക്ക് കൃത്യമായിട്ട് ഇന്നലെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ സാധ്യത ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ സാധ്യത ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഫഷനകത്തുള്ള എന്തൊക്കെ എത്തിക്സ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലത്ത് ജോലി കിട്ടി അവിടെ എന്തൊക്കെ എത്തിക്സ് ഉള്ളൂ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചോദിക്കാനേ സാധ്യതയുള്ളൂ. അങ്ങനത്തെ ഒരു പേപ്പറാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, തിരിച്ചറിവ് ബോധം ഉണ്ടാവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി പറയുന്നു ബിസിനസ് എത്തിക്സ് എന്താണ്. ഈ പറഞ്ഞ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ എത്തിക്സ് എന്ന് പറയുന്നത്, ഈ സാധനത്തിന് ബിസിനസ്സിനകത്തുള്ള റോൾ എന്താണെന്ന് ചോദിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ബിസിനസ്സിൽ എന്ത് വേണം, ഈ പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് പോകണം, എത്തിക്കലായിട്ടുള്ള ആക്ടിവിറ്റി തന്നെ ചെയ്ത് പോകണമെന്നുണ്ട്. അതുകൊണ്ട് എന്തുണ്ട്, നമുക്കൊരു കോർപ്പറേറ്റ് ഗൈഡൻസ് പറയുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ സെബി പറയുന്നുണ്ട്. ഓക്കെ, അതിലേക്കൊക്കെ അത് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ എത്തിക്കൽ ഒരു വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ഒന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റിൻ്റെ കാര്യം തന്നെ. ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു ടൂളാണ്. ഓക്കെ, കമ്പനികളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കമ്പനികളിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു ബോർഡ് കാണും. ഈ ബോർഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ, ഈ ബോർഡ് ഒരു ശരിയായ രീതിയിൽ രൂപീകരിക്കപ്പെട്ടതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രം ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിക്കോ, അല്ലെങ്കിൽ എന്ത് മോശം പ്രവൃത്തി ചെയ്താലും പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിക്കോ ഒക്കെ കമ്പനി പോകുന്നൊരവസ്ഥയിലേക്ക് വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ അകത്ത് എത്തിക്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകുന്നതിൽ, എത്തിക്സിനെ എൻഫോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്തിക്സിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കേടാ, HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് അകത്ത് പ്രശ്നങ്ങൾ വരാം. നമ്മൾ കാണുന്ന കാര്യങ്ങളാണല്ലേ, ഇപ്പം ഈ ജോലി കിട്ടാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നമ്മൾ ജോലിക്ക് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എന്ത് തന്നെ പറയാം, ആ ഒരു ജോബ് ഫോഴ്സിൻ്റെ കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ. അതിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ പറയും കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ്, വളരെ കോമണായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലേ നമുക്കൊരു പ്രൊമോഷനൊക്കെ ഉണ്ടാവും എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഹോൾ ജോബ് മാർക്കറ്റിനെ അത് ബാധിക്കുകയാണല്ലേ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് കമ്പനികൾ അങ്ങനെ ചെയ്താൽ മതി, ഉടനെ എന്ത് പേര് വരും, ഇന്ത്യയിൽ ജോലി കിട്ടണമെങ്കിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ കയറി വരും. അത് നമ്മുടെ ഹോൾ ഇമേജിനെ ബാധിക്കുകയാണ്. ഇത് എത്തിക്സ് എന്നൊരു ചിന്ത അവിടുത്തെ HRM ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളോട് ബിസിനസ് എത്തിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്, എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ പറഞ്ഞ പോലെ തെറ്റാണ് എന്നത് പറയുന്നത് എന്തുകൊണ്ടാണ്, നമുക്കതിലുണ്ടാകുന്ന ലോങ് ടേം ഇമ്പാക്റ്റുകൾ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേണം. ഓക്കെ, പിന്നെ നമ്മുടെ എല്ലാ കമ്പനിക്കും എന്ത് കാണും, ഒരു കോർപ്പറേറ്റ് കോഡ് കാണും. കോഡ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസാണ്. ഈ റൂൾസ് എന്ത് പറയുന്നുണ്ടാവും, ഓരോ കാര്യങ്ങൾ, ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ ആയിക്കോട്ടെ, ഫിനാൻസിൻ്റെ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്യാമെന്ന് പറയുന്നതിനേക്കാൾ എന്ത് പറയുന്നുണ്ടാവും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. അപ്പം ഏകകണ്ഠീയമായി തീരുമാനം എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എത്ര ചെറിയ എംപ്ലോയി ആയിരുന്നാലും അയാൾക്ക് ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അയാളെടുത്തും കൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. അങ്ങനെയുള്ള കുറേ റൂൾസ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എല്ലാ കമ്പനികൾക്കും. അതിനാണ് കോർപ്പറേറ്റ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്സിൻ്റെ ഒരു റോൾ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ. നമുക്ക് പണം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യമാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പല കമ്പനികൾ ഇന്നും വളരെ ഓപ്പണായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരു അൺഎത്തിക്കൽ ആക്ടിവിറ്റി. അതായത് ഇവരെന്ത് ചെയ്യുന്നറിയാവോ, ഈ നമ്മൾ പിച്ചിങ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബിസിനസ്സിൻ്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മളെ ബിസിനസ് ഇന്നതാണ്, ഒരു ഇത്ര വർഷം കഴിഞ്ഞ് ഇന്ന രീതിയിലാണ് നമ്മളെ ബിസിനസ്സിനെ കാണുന്നതെന്ന് നമ്മുടെ പ്ലാനൊക്കെ അവരോട് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരെന്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതുപോലെ വേണ്ടിയിട്ട് ഈ ചില കമ്പനികൾ എന്ത് ചെയ്യുന്നറിയാവോ, അവരുടെ ബിസിനസ്സിൻ്റെ അവസ്ഥയെ അനാവശ്യമായിട്ട് പൊലിപ്പിച്ച് കാണിക്കും. ബിസിനസ് ഒരുവിധം തകർച്ചയിൽ നിൽക്കുന്നുണ്ടാകും, പക്ഷേ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നിട്ട് ഇവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യും, വലിയ സ്കോപ്പാണ് നമ്മുടെ ബിസിനസ്സിനുള്ളതെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും, അവരുടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങും. അതിനാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ അൺഎത്തിക്കൽ ആക്ടിവിറ്റിയാണ്. കാര്യം ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഫണ്ട് കണ്ടെത്തണം. ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ തെറ്റായ ഒരു രീതി ഉപയോഗിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇതുപോലെയുള്ള അൺഎത്തിക്കൽ ആക്ടിവിറ്റി ഫിനാൻസിൽ ചെയ്യുന്നുണ്ട്. അതും ഇൻ ലോങ് ടേം എന്ത് ചെയ്യും, നമ്മൾ നെഗറ്റീവായിട്ടേ ബാധിക്കത്തുള്ളൂ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ പരിപാടികളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹൈ ഗ്രോത്തിനുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കിട്ടും. ഇവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ
നമുക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ നമുക്ക് മനസ്സിലായി ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി എന്താണ്, ഒരു ആൾക്കാർക്ക് ദോഷം ചെയ്യുന്ന എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൊബാക്കോ വിൽക്കുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ എന്തോ മദ്യം വിൽക്കുന്ന കമ്പനി, അങ്ങനെ എന്തോ ആൾക്കാർക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു സാധനം ചെയ്യുന്നൊരു കമ്പനിയാണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാക്ടീസ് ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. അവിടെ ഒരു എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ ഒരു ചോദ്യം അവിടെ ഉണ്ട്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെ പല ആസ്പെക്റ്റുകൾ ഏത് കണ്ണി കൂടെ കാണാണ്, തെറ്റും ശരിയും എന്നുള്ളൊരു കണ്ണി കൂടെ കാണാണ്. ഇനി മാർക്കറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, തെറ്റിദ്ധരിപ്പിക്കുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾസ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ പല ടൂത്ത് പേസ്റ്റുകളും പറയാറുണ്ട് എന്താണ്, പിന്നെ അവരുടെ ഇത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ, ബ്രഷ് പേസ്റ്റ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ ഈ പല്ലിന് മറ്റേ എന്താണ് മോണേൻ്റെ ഇടയിൽ കൂടെ വേരിറങ്ങി പോകുന്നോ അങ്ങനെ എന്തോ സാധനമൊക്കെ, ഞാൻ പല്ലാണ് കേട്ടോ വരയ്ക്കുക ഉപയോഗിച്ച്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ഒരു പരസ്യങ്ങൾ പറയാമല്ലോ. പക്ഷേ അത് 90% പരസ്യങ്ങൾ തെറ്റാണെന്നാണ് ഡെൻറ്റിസ്റ്റുകൾ പറയുന്നത്. അവർ പറയുന്നത് ഈ പേസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളെ സോപ്പിട്ട് കഴിവും പോലെ ഒരു ഫോം വരുന്ന ഒരു ഏജൻറ്റ്, അതിനപ്പുറത്തൊന്നുമില്ലെന്നാണ് പലരും പറയുന്നത്. ഒരു 90% പേസ്റ്റുകൾ അങ്ങനെയാണ്, അല്ലാതെ ഒരു മെഡിസിൻ എഫക്റ്റുള്ള വളരെ കുറച്ച് പേസ്റ്റുകളേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പരസ്യം ചെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും അവിടെ നമ്മൾ എത്തിക്കൽ തെറ്റാണ് കാണുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹോർഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ പൂഴ്ത്തി വയ്ക്കുക. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, മാർക്കറ്റിംഗ് അൺഎത്തിക്കൽ പ്രാക്ടീസാണ്. ഓക്കെ, എന്താണ് ഈ സവാളയൊക്കെ എന്ത് ചെയ്യും, ചില ആൾക്കാർ ലോഡ് കയറ്റിവിടുത്ത് ഹ്യൂജ് എക്സ്പോർട്ടേഴ്സ് കാണുമല്ലോ, അവരെന്ത് ചെയ്യും, അവർ ലോഡ് കയറ്റി വിടുന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു 100 ലോഡ് കയറ്റി വിട്ടുകൊണ്ടിരുന്ന സമയത്ത്, അത് വിറ്റുകൊണ്ടിരുന്ന സ്ഥലത്ത് അവർ പറയും 100 ലോഡ് ഇപ്രാവശ്യമില്ല, നമുക്ക് 60 ലോഡേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബാക്കി 40 ലോഡ് സ്ഥിരം വെക്കിട്ടിരുന്നിടത്ത് സാധനം കിട്ടാതെ ആകുമ്പോൾ അവർ എന്ത് വില കൊടുത്തും സാധനം വാങ്ങാവുന്നൊരവസ്ഥയിലെത്തും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ബാക്കി 40 ലോഡിനെ ഇവരുടെ വേറൊരു ഏജൻറ്റ് വഴി വിൽപ്പനയ്ക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിൽക്കും. ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക്, അൺഎത്തിക്കലാണ്, ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, പൂഴ്ത്തി വയ്ക്കലെന്നൊക്കെ പറയും. അപ്പോൾ ഇതും എന്താണ്, നമ്മൾ ആ ഒരു ലോ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോൾ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്, തെറ്റും ശരിയും ഇൻ ബിസിനസ്. ഇനി നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ എന്താ പറയുന്നത്, ഒരു പ്രൊഫഷൻ്റെ അകത്ത് എത്തിക്സിൻ്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ നേരത്തെ ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ നമുക്ക് എന്ത് നോക്കിയേ പറ്റൂ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ക്ലയൻറ്റിന് സർവീസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, അൺഎത്തിക്കലായിട്ടുള്ള രീതിയിലൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല. അപ്പോൾ ഒരുപാട് മോഡലുകൾ പറയുന്നുണ്ട്. മോഡൽ പറയുന്നൊന്നുമല്ല, ചിലപ്പോൾ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് 2 രീതി വരാം. ഒന്നെന്താ, ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ കാര്യം അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കാര്യം തന്നെ ആയിരിക്കും. ഒരു ഡോക്ടർ എന്താവാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാവാം, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ. അപ്പോൾ അവിടെ 2 മോഡൽ വരുന്നത്. ഒന്നെന്താണ്, പ്യുവർ ഒരു എക്സ്പേർട്ടിൻ്റെ രീതിയിൽ വരുന്നത്. ഓക്കെ, ഒരു എക്സ്പേർട്ട് വ്യൂ ഓഫ് മോഡലുണ്ട്, ഡ്യൂട്ടി ബേസ്ഡ് മോഡലുണ്ട്. അപ്പോൾ എക്സ്പേർട്ട് എന്ന് വെച്ചാൽ എന്താ, അയാൾ ഇൻഡിവിജ്വലാണ്, അയാൾ ഇൻഡിപെൻഡൻ്റ് ആണ്, അയാളുടെ തീരുമാനങ്ങൾ അയാളെ എടുക്കുന്നത്. അവിടെ അയാൾക്ക് എന്ത് വേണം, അയാളുടേതായ രീതിയിലുള്ള തെറ്റും ശരികളും കാണാം. ബട്ട് അതെന്തിനെ ബാധിക്കാൻ പാടില്ല, നമ്മുടെ ക്ലയൻറ്റുകളെ മോശമായി ബാധിക്കാൻ പാടില്ല. ഇനി ഡ്യൂട്ടി ബേസ്ഡ് ആണെങ്കിലോ അവിടെ അയാളുടേതായ തെറ്റ് രീതികളല്ല, പക്ഷേ അവിടെ ഒരു എത്തിക്സ് ഉണ്ട്. എന്തിൻ്റെ എത്തിക്സ്, അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്, ഇപ്പോൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഹോസ്പിറ്റലിൻ്റെ പാർട്ടായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഹോസ്പിറ്റലിന് ഒരു ഇത് കാണാം, ഒരു രീതി കാണാം. ഇല്ലെങ്കിൽ ഇവർക്ക് വേറൊരു മോഡൽ പറയുന്നത് കൊളീജിയൽ മോഡലാണ് പറയുന്നത്. അവിടെ പറയുന്നത് വേറൊന്നുമല്ല, എന്താണ്, നമ്മുടെ ആ അതേ ടൈപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടറിൻ്റെ കാര്യം തന്നെ, ഇപ്പം ഇൻഡിപെൻഡൻ്റ് അയാൾ ഡോക്ടർ ആണെങ്കിൽ പോലും വേറെ പല ഡോക്ടേഴ്സും കാണും. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഇത് കാണുമല്ലോ, ഇപ്പം റൂള് കാണും, ഇങ്ങനെ രീതി ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ശരി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള കുറേ ഇത് റൂളെന്ന് പറയാൻ മടിക്കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഇതൊന്നും എഴുതപ്പെട്ട റൂളുകളല്ല, നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കുന്ന കുറേ തെറ്റും ശരികൾ കാണാം. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, നമ്മുടേതായ തെറ്റും ശരിയായിട്ട് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് അവിടെ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡൽ എത്ര പറയുന്നുണ്ട്, 3 രീതിയിൽ മോഡൽ പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന്, അയാൾ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ എക്സ്പേർട്ട് ലെവലിൽ വരാം. പിന്നെ അയാളൊരു എന്തെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ അവരുടെ ഒരു ഇത് വരാം, ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ വരാം. ഇല്ലെങ്കിൽ കൊളീജിയലായിട്ട് വരാം, നമ്മുടെ മറ്റുള്ള കൊളീഗ്സ് എന്താണ് ചെയ്യുന്നത് അതിനെ നമുക്ക് നമ്മുടേതായ മോഡലായിട്ട് അഡോപ്റ്റ് ചെയ്യാം. ഇനി എന്താണ് റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്ന കുറേ തിയറീസ് പറയുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാമെന്നുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ തിയറീസ് പറയുന്ന വേറൊന്നുമല്ല, ഒരു ആക്ഷനെ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ ശരിയാക്കുന്നത് എന്താണ്, എങ്ങനെയാണ് അത് ശരിയായ ആക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്.
ഒന്ന് നമുക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ് പറയുന്ന ഒരു തിയറി പറയുന്നത് എന്താണ്, നമ്മുടെ മനസ്സിന്, നമ്മുടെ മനസ്സാക്ഷിക്ക് അത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് തിരിച്ചറിവ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ നമുക്ക് ശരിയെന്ന് തോന്നിയ ഒരു ആക്ഷൻ ശരിയാണെന്ന് പറയാം. ഇല്ലെങ്കിൽ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്യാം? ഈ പറഞ്ഞ പോലെ നമ്മുടെ ജനറൽ കസ്റ്റത്തിൽ നിന്നോ, കസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവെയുള്ള രീതി, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കുന്ന സ്ഥലത്തുള്ള പൊതുവെയുള്ള രീതിയിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന റിലീജിയൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ശരി എന്നുള്ളത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പല പ്രൊഫഷൻസിന് എന്തുകൊണ്ട് ഈ പറഞ്ഞ മതമായിട്ടൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ടീച്ചിങ്സിനെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു എത്തിക്സ് വരണമെന്നുള്ള ഉദ്ദേശം തന്നെ. അവിടെ നിന്നാണ് അവർ എത്തിക്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ അച്ഛന്മാർക്കൊക്കെ എന്തുണ്ടാവും, മിക്കവാറും ഈ സ്കൂളുകളും കോളേജുകളും അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുണ്ടാവും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ വക ഹോസ്പിറ്റലുകളുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെ വക ഹോസ്പിറ്റൽ. അവിടെയൊക്കെ എന്താണ്, അപ്പോൾ അവർക്ക് കൺഫ്യൂഷനില്ല, അവരുടെ എത്തിക്സ് എന്താണെന്നുള്ള കൺഫ്യൂഷനില്ല. അവർക്ക് എവിടെ നിന്ന് ഫോളോ ചെയ്യാം, അവരുടെ റിലീജിയൻ എന്താണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അത് അവർക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഈ പ്ലാജറിസം പറയാനുള്ള കാര്യം, റൈറ്റിംഗ്, അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഈ പറഞ്ഞ എല്ലാത്തിലും ടച്ച് ചെയ്ത് കിടക്കുന്ന ഒരു പ്രൊഫഷനാണല്ലോ. അപ്പം ഫോർ എക്സാമ്പിൾ ഡോക്ടറിന് എന്ത് ചെയ്യാം, അയാളെ കണ്ടെത്തലെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതാം, അല്ലെങ്കിൽ ഒരു ടീച്ചറിന് ചെയ്യാം, അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ അവരെല്ലാം അക്കാഡമിക് റൈറ്റിംഗ് ഒരു രീതിയിലേക്ക് മറ്റേ രീതിയിൽ ചെയ്യുന്നവരാണ്. അവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ പ്ലാജറിസം എന്നൊരു സാധനമുണ്ട്. അതായത് ഞാൻ എൻ്റെതെന്നും പറഞ്ഞ് ഇറക്കുന്ന സാധനം എൻ്റെ തന്നെ ആയിരിക്കണം, എന്താവാൻ പാടില്ല, മറ്റൊരാളെ നിന്ന് കോപ്പി അടിച്ചതാവാൻ പാടില്ല. അതിനാണ് ഈ പ്ലാജറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും എന്താണ്, ഒരു എത്തിക്കൽ കൺസേൺ ആണ്, നമുക്ക് വേണ്ട ഒരു എത്തിക്കൽ കൺസേൺ ആണ്. ഇത് തെറ്റല്ലേ, നമ്മൾ വേറൊരാളുടെ നമ്മുടെ പേര് വെക്കുന്നത് തെറ്റല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പ്രൊഫഷൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനാണ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ് എന്ന രീതി പറഞ്ഞു പോകുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ കൊളീജിയലിറ്റി ആൻഡ് ലോയാലിറ്റി വേണം. അതായത് നമുക്കെപ്പോഴും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ഒരു റിലേഷൻ, അവരായിട്ട് റിലേഷൻ കീപ്പ് ചെയ്ത് പോകാൻ പറ്റണം, നമ്മൾ ലോയലായിരിക്കണം, കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മളിപ്പോൾ ട്രേഡ് യൂണിയൻ പോലെ ഒരുമിച്ച് നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റണം. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് നേരിടണം. പ്രൊഫഷണൽ റൈറ്റ്സിന് വേണ്ടി നമ്മൾ പിന്നെ ഒരുമിച്ച് നിൽക്കണം, ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കണം. അങ്ങനത്തെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസിൻ്റെ റൈറ്റ്സിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു പോകുന്നത്. സിമ്പിൾ കാര്യങ്ങളാണ്, ഒരുവിധം ചിന്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ ഒരു കൃത്യം എഴുതേണ്ട വാക്കുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് വാങ്ങിച്ചാൽ മതി. എൻ്റെ ബുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, അത് ഈ എത്തിക്സ് എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടുള്ളവർക്കറിയാം. എത്തിക്സ് അങ്ങനെ കൃത്യമായിട്ടൊരു എന്താ പറയുക പറഞ്ഞു തരാൻ ഒരുപാടില്ല, പക്ഷെ നമുക്ക് കുറേ ഇത് കിട്ടും, പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത സാധനങ്ങൾ തന്നെ വായിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ബുക്ക് വായിക്കാൻ പറയുന്നത്. വീണ്ടും ലാസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത് ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ, ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് ഗ്ലോബലൈസേഷൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻസ് ആണ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ബ്രിങ്ങിങ് വേൾഡ് നിയർ ടു അസ്, അല്ല നമ്മൾ ലോകത്തെ തേടി പോകുന്നു എന്നല്ല, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നൊരു പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ ബിസിനസ് എത്തിക്സിൻ്റെ കൺസേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് എത്തിക്സ് അവിടെ വരുന്നുണ്ട്. കാര്യം എന്താണ്, ഒരു രാജ്യം ഒറ്റയ്ക്കല്ല, അപ്പോൾ പല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വരുന്നൊരു സംഭവമാണല്ലോ ഈ പറഞ്ഞ പരിപാടി. അപ്പോൾ അവിടെ നമുക്ക് എന്തും കൂടെ നോക്കേണ്ടി വരും, മറ്റ് രാജ്യങ്ങൾക്കും കൂടെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പിന്നെ എത്തിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കണ്ടക്ട് എന്നൊരു സാധനം വരുന്നതും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ചീപ്പ് ലേബറാണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞ പല IT കമ്പനികളും വളർന്നു പോകുന്നത്. ഓക്കെ, വിദേശത്തുള്ളവർക്ക് അവരുടെ കമ്പനിയുടെ ജോലി ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ചീപ്പ് ലേബറാണ് എന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, അവരിവിടെ വന്നിട്ട് നമ്മുടെ IT എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കേട്ടാൽ വിശ്വസിക്കില്ല, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിൽ നിന്ന് എല്ലാ വർഷവും കയറ്റിവിടുന്ന സോഫ്റ്റ്വെയറുകളുടെ വാല്യൂ എന്ന് പറഞ്ഞത് 14,000 കോടി രൂപയാണ്. അപ്പോൾ അത്രയും വലിയ ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നത്, ഈ പറഞ്ഞ പോലെ ചീപ്പ് ലേബർ കിട്ടുന്നുള്ള ഉദ്ദേശത്തിൽ പല വിദേശ കമ്പനികളും വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. കാര്യം പല കമ്പനികളും എംപ്ലോയീസിനെ നിൽക്കാനും സമ്മതിക്കാത്ത വിധം വർക്ക് കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു അൺഫെയർ ആക്ടിവിറ്റിയാണ് അല്ലേ. ഇതുപോലുള്ള കാര്യങ്ങളിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിന് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ എന്തെന്ന് പറയുന്നത്, എത്തിക്കൽ കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഈ എൻവയോൺമെൻറ്റിനെ ദോഷമായ രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ടെക്നോളജീനെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല കൺസേണുകൾ. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ നിൽക്കാത്ത
പല കൺസേണുകൾ അവിടെ കയറി വരും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കണ്ടക്ട് എന്ന് പറയുന്നതിനെ ക്യാരി ഫോർവേഡിന് അത് ഒരു പ്രോപ്പറായ രീതിയിൽ നടന്നു പോകുമെന്ന് ഉറപ്പാക്കാൻ നമ്മുടെ UN പോലെയുള്ള അല്ലെങ്കിൽ OECD പോലെയുള്ള പല സ്ഥാപനങ്ങളുണ്ട്. ILO എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇവരൊക്കെ എന്താണ് ഈ പറഞ്ഞ കാര്യം എൻഫോഴ്സ് ചെയ്യുന്നവരാണ്. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കണ്ടക്ട് എൻഫോഴ്സ് ചെയ്യുന്ന പല വിദേശ സ്ഥാപനങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലെ ഒന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അപ്പോൾ തെറ്റും ശരി അതാണ് ഏറ്റവും അടിസ്ഥാനം. അപ്പോൾ അത് ഇങ്ങനെ ഈ പല ബിസിനസ്സിനകത്ത് നമ്മൾ ചെയ്തു പോകുമ്പോൾ, പ്രൊഫഷണൽ ചെയ്തു പോകുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നതിനെ കുറിച്ചാണ് ഈ ഒരു ഹോൾ പേപ്പർ പറഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വായിച്ച് നോക്കാനുണ്ട്. ഒന്ന് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പർ ഇതേപോലെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക, നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.